ജോൺ ചേട്ടാ ഈ നേരത്തെ പറഞ്ഞ പോലെ 4 സിനിമകൾ മമ്മൂക്കാനെ വെച്ചിട്ട് ഇതുവരെ അവസരം കിട്ടി. ഇപ്പോഴാണ് തന്നെ മമ്മൂക്ക 5ാമത്തെ സിനിമയാണ് മമ്മൂട്ടി കമ്പനിയാണ്. ഇനി 400 സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 40 സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യമാണെങ്കിൽ ഒന്ന് മമ്മൂക്കയുടെ അടുത്ത് വിളിച്ചെന്ന് ചോദിച്ചൊന്ന് ഉറപ്പിക്കണമല്ലായിരിക്കും. ഞാനും നമുക്ക് അങ്ങനെ ഉറപ്പിക്കേണ്ട കാര്യമില്ല. ഒരു മാനസിക വ്യാപാരമുണ്ട്, അതെന്റെ വിശ്വാസം. ഈ ജോണിച്ചാലിന്റെ കഥാപാത്രം എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്റെ കഥാപാത്രം പറഞ്ഞാൽ ഇതിന്റെ മൊത്തത്തിലുള്ള ത്രില്ല് പോകും. അത് പറയാൻ നമുക്കത് വരാൻ അറിയിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഈ കടകൾ, പെരുന്നാൾ കടകൾ വാടകയ്ക്ക് ലേലം വിളിച്ചെടുക്കുകയല്ലേ, അങ്ങനെ എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ബിന്ദുശേഷിനെ നമ്മള് ലാസ്റ്റ് ആയിട്ട് എന്റെ ഓർമ്മയില് റോഷാക്കിലാണ് മമ്മൂക്കയുടെ ഒരു ഓപ്പോസിറ്റ് നിന്ന് കണ്ടിരിക്കുന്നത്. അപ്പൊ ടെർബോയില് എങ്ങനെയായിരിക്കും? സംസാരിക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? അതെ അതെ ചേച്ചി പറഞ്ഞു. അതെ, റോഷാക്കിലെ വ്യത്യസ്തമാണ്, ഓപ്പോസിറ്റ് ആണ്. പക്ഷെ ഇപ്പൊ മമ്മൂക്കയുടെ അടുത്ത് തന്നെയാണ്. ചേച്ചി ഇപ്പൊ സായി ചേട്ടൻ പണ്ടൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റില്ല മമ്മൂക്കനെ, ഏടാ ഇങ്ങ് വാടാ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ മമ്മൂക്കയുടെ അച്ഛനാവാൻ പറ്റുന്നുണ്ടല്ലോ രാജമാണിക്യത്തിലൊക്കെ, അതൊരു സൗകര്യമാണ്. അതുപോലത്തെ സൗകര്യം ആസ്വദിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് ധർമ്മം മാത്രമല്ല, അതെ അതെ. ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞ മൂവിയിലാണ് ഞാൻ ആദ്യം മമ്മൂക്കയുടെ ഉമ്മയാണത്. എനിക്ക് സെക്കൻഡ് ടൈമാണ്. വളരെ സന്തോഷമാണ്. ഈ പറഞ്ഞതൊക്കെ ഞാനും ഇപ്പം നമുക്കറിയാം, മാസ് സിനിമകള് ഇല്ലെങ്കിൽ ആക്ഷൻ സിനിമകൾ എന്ന് പറയാൻ നേരത്തെ തന്നെ മലയാളികൾക്ക് ഓർമ്മ വരുന്ന ബിഗ് ബിയും ഭീഷ്മറും. അപ്പൊ അതിന്റെ അകത്ത് ബിഗ് ബിയില് ഗോപി സുന്ദർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് യോ ബിഗ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും വൈറലായിട്ടുള്ള ഒരു എന്താണ് സ്കോറാണ്. അത് കഴിഞ്ഞ് ഭീഷ്മറത്തില് സുഷിൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ലെയർ. അതിനുശേഷമാണ് നമുക്കടെ ടർബോയില് ട്വിസ്റ്റ് വരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ തിയേറ്ററിനെ പ്രകമ്പനം കൊള്ളിക്കാനുള്ള സാധനം ഉണ്ടോ? ഞാൻ ആദ്യം ഫേസ് ചെയ്ത ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഹ്മയുഗം അത്യാവശ്യം സ്പേസ്ഡ് ഔട്ട് ആയിട്ട് സൗണ്ട് സ്കേപ്പും പരിപാടികളും മാക്സിമം എലമെന്റ്സ് കുറച്ച് ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാനാണ് ശ്രമിച്ചത്. നേരെ എക്സ്ട്രീം അറ്റത്താണ് ഇപ്പുറത്ത് ടർബോ വന്നത്. അപ്പൊ ആദ്യം ഞാൻ വൈശാഖിനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് കുറച്ച് ടൈം തന്നെ, ഞാനിത് ബ്രഹ്മയുഗത്തിൽ നിന്ന് ഇറങ്ങി ഇതിലോട്ട് കയറാനുള്ള ടൈം തന്നെ എന്ന് പറഞ്ഞു. പക്ഷെ ഗ്രാജുവലി ചെയ്തു വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മാസ് പരിപാടി തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. പ്രകമ്പനം കൊള്ളിക്കുമെന്നൊക്കെ ഉള്ളത് കണ്ടു നോക്കിയിട്ട് പറ. ഇത് ഇലക്ട്രോണിക് പരിപാടികൾ ഉണ്ട്. എനിക്ക് കൂടുതലും ഇഷ്ടമുള്ള ജോണറാണ്. പിന്നെ സബ് സൈഡ് നമ്മൾ കുറച്ച് പെർക്കഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു സബ്തയില്. അപ്പൊ അങ്ങനത്തെ പരിപാടികളും ഉണ്ട്. മൊത്തത്തില് ഹൈബ്രിഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇല്ല, ഇത് ടെക്നോളജി ഇല്ല, പക്ഷെ കുറച്ച് പുതിയ സൗണ്ട്സ് ഇലക്ട്രോണിക്കലി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മറ്റേ മാനുവലി അല്ല, അല്ലാതെ ഡിജിറ്റലി ഇതിലും സിന്ധിലുമായിട്ട്. അതെ, മറ്റേ പണിയായിരുന്നു ഇതില്. മറ്റേ ഫുൾ സിന്ധിലും ഇതിലൊക്കെ ആയിട്ട് കുറച്ച് സൗണ്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മമ്മൂക്കയുടെ സ്ലോ മോഷൻ ഷോട്ട്സിന് വേണ്ടിട്ട് RR ചെയ്യില്ലേ, അപ്പൊ ഈ ഫാൻ ബോയ് ഉണരുമോ? ക്യാരക്ടറിന് സിനിമയ്ക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഉറപ്പായിട്ടും ഇതുണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് എനിക്ക് അഡ്രിനാലിൻ കിട്ടുന്നുണ്ടോ, എനിക്ക് അഡ്രിനാലിൻ കിട്ടുന്ന വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അഡ്രിനാലിൻ കിട്ടിയിട്ടുണ്ട്. എന്താ നോക്കാം. ശബരീഷ്, ഇപ്പൊ ഈ മമ്മൂക്കയുടെ അനിയൻ സ്ഥാനത്തേക്ക് വരുന്ന കഥാപാത്രങ്ങൾ ചെയ്തവരൊക്കെ കുറച്ച് പേരെടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് നമുക്ക് റഹ്മാനിൽ കാണാം, ബിജു മേനോനിൽ കാണാം, ജയറാമിൽ കാണാം. അങ്ങനെ എല്ലാ ആളുകളിലും മമ്മൂക്കയുടെ അനിയൻ സ്ഥാനത്ത് അല്ലെങ്കിൽ മമ്മൂക്കയുടെ കൂടെയുള്ള ആളാവുന്നത് ഒരു കരിയർ അപ്ഗ്രേഡാ. അപ്പൊ ടർബോ ആ വിധത്തിലൊരു അപ്ഗ്രേഡ് ആയിരിക്കും ആണെന്നല്ലേ പറഞ്ഞ. ഇപ്പൊ ആവട്ടെ, സന്തോഷമല്ലേ ഉള്ളൂ അതില്. നമുക്ക് 23-ാം തീയതിക്ക് ശേഷം അറിയാം.